നീതിമാന്മാരും കൂടാരങ്ങളിൽ ജയസംഗീതങ്ങൾ പാടിടുവേ. യേശുവിൽ വിശ്വസിച്ചാർത്തിടുവേ. ജയ സന്തോഷമേ, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം. യേശുവിൽ വിശ്വസിച്ചാശ്രയിച്ചാൽ ജയ സന്തോഷമേ. ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം സംഖ്യാപുസ്തകം 30 അധ്യായം 1 മുതൽ 16 വരെയുള്ള വിശുദ്ധ വാക്യങ്ങൾ കേൾപ്പീൻ. മോശ ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനിയോട് പറഞ്ഞത്, യഹോവ കൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയോ ഒരു പരിവർത്തന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ ഒക്കെയും നിവർത്തിക്കണം. ഒരു സ്ത്രീ ബാല്യപ്രായത്തിൽ അപ്പൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു. ഒരു പരിവർത്തന വ്രതം നിശ്ചയിക്കുകയും അവളുടെ അപ്പൻ അവളോട് നേർച്ചയെയും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതത്തെയും കുറിച്ച് കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതത്തെയും ഒക്കെയും സ്ഥിരമായിരിക്കും. എന്നാൽ അവളുടെ അപ്പൻ അവളോട് എല്ലാ നേർച്ചയെയും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതത്തെയും കുറിച്ച് കേൾക്കുന്ന നാളിൽ അവളോട് വിലക്കിയാൽ അവ സ്ഥിരമായിരിക്കില്ല. അവളുടെ അപ്പൻ അവളോട് വിലക്കുകൊണ്ട് യഹോവ അവളോട് ക്ഷമിക്കും. അവൾക്ക് ഒരു നേർച്ചയോ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയി പരിവർത്തന വ്രതമോ ഉള്ളപ്പോൾ അവൾ ഒരുത്തന് ഭാര്യയാകുകയും ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന നാളിൽ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതവും സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് അത് കേട്ട് നാളിൽ അവളോട് വിലക്കിയാൽ അവളുടെ നേർച്ചയും അവൾ വിചാരിക്കാതെ നിശ്ചയിച്ചു പോയ പരിവർത്തന വ്രതവും അവൻ ദുർബലപ്പെടുത്തുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ചെയ്യുന്ന നേർച്ചയും പരിവർത്തന വ്രതവും എല്ലാം അവളുടെ മേൽ സ്ഥിരമായിരിക്കും. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് നേരുകയോ ഒരു പരിവർത്തന ശപഥം ചെയ്യുകയോ ചെയ്തിട്ട് ഭർത്താവ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മിണ്ടാതെയും അവളോട് വിലക്കാതെയും ഇരുന്നാൽ അവളുടെ നേർച്ചകൾ ഒക്കെയും അവൾ നിശ്ചയിച്ച പരിവർത്തന വ്രതവും എല്ലാം സ്ഥിരമായിരിക്കും. എന്നാൽ ഭർത്താവ് കേട്ട നാളിൽ അവയെ ദുർബലപ്പെടുത്തി എങ്കിൽ നേർച്ചകളോ പരിവർത്തന വ്രതമോ സംബന്ധിച്ച അവളുടെ നാവിന്മേൽ നിന്നും വീണതൊന്നും സ്ഥിരമായിരിക്കില്ല. അവളുടെ ഭർത്താവ് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. യഹോവ അവളോട് ക്ഷമിക്കും. ആത്മതപനം ചെയ്യാനുള്ള ഏതു നേർച്ചയും പരിവർത്തന ശപഥവും സ്ഥിരപ്പെടുത്തുവാനോ ദുർബലപ്പെടുത്തുവാനോ ഭർത്താവിന് അധികാരമുണ്ട്. എന്നാൽ ഭർത്താവ് ഒരിക്കലും ഒന്നും മിണ്ടിയില്ല എങ്കിൽ അവൻ അവളുടെ എല്ലാ നേർച്ചയും അവൾ നിശ്ചയിച്ച സകല പരിവർത്തന വ്രതവും സ്ഥിരപ്പെടുന്നു. കേട്ട നാളിൽ മിണ്ടാതിരിക്കൊണ്ട് അവൻ അവയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കേട്ടിട്ട് കുറെ കഴിഞ്ഞ ശേഷം അവയെ ദുർബലപ്പെടുത്തിയാൽ അവൻ അവളുടെ കുറ്റം വഹിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അപ്പൻ്റെ വീട്ടിൽ കന്യയായി പാർക്കുന്ന മകളും അപ്പനും തമ്മിലും പ്രമാണിക്കേണ്ടതിന് യഹോവ മോശയോട് കൽപ്പിച്ച ചട്ടങ്ങൾ ഇവ തന്നെ. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു. ജയ
സന്തോഷം ജയ സന്തോഷം യേശുവിനെ വിശ്വസിച്ചാശ്രയിച്ച ജയ സന്തോഷമേ